യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് അല്പസമയത്തിനകം പ്ലാറ്റ്ഫോം നമ്പർ 2 എത്തിച്ചേരുന്നതാണ്. ഞാൻ മിക്കവാറും അങ്ങനെ കൂടുതൽ പറയാറില്ല, ഇത് എന്റെയാണ് ശബ്ദം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. യാത്രികൻ കൃപയാ ധ്യാൻ ദേ. ഗാഡി സംഖ്യ 2210 कोयम्बतूर से मंगलूर तक जाने वाली कोयम्बतूर मंगलूर इंटरसिटी एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म नंबर 2 पर ആഹേഗി. ഞാനിപ്പോൾ പറഞ്ഞ ഒരു സെന്റൻസ് ആയിട്ടല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ട്രെയിനിന്റെ പേരുകൾ മാത്രം ഒരുമിച്ച് റെക്കോർഡ് ചെയ്യണം. ഇപ്പോൾ കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് അതാണ് നമ്മൾ ഒരുമിച്ച് പറയുന്ന ഒരു സെന്റൻസ് എന്ന് പറയുന്നത്, അതാണ് അതിന്റെ പേര്. പിന്നെ 0 മുതൽ 100 വരെ 3 ലാംഗ്വേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞ് അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് എഡിറ്റ് ഒരു സ്പേസ് വിട്ടിട്ട് ഇപ്പോൾ 0, 1, 2 അല്ലെങ്കിൽ 0, 1, 2, 3 അങ്ങനെ നമ്മൾ 3 ഭാഷകളിലും പറഞ്ഞു വെക്കുകയാണ്. ഇവർക്ക് ആവശ്യമുള്ളത് ഓരോന്നും ഓരോ ഫയലായിട്ട് വെക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ളത് എടുത്ത് എഡിറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ഫയലാണ്. അതുപോലെ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു, മണിക്ക്, മിനിറ്റുകൾക്ക് എന്നൊക്കെയുള്ളത് സെപ്പറേറ്റ് ഫയൽസ് ആണ്. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ നമുക്കൊരു സെന്റൻസ് അല്ലാതെ എന്താണ് ഇങ്ങനെയെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് എഡിറ്റിംഗ് അങ്ങനെ ആയതുകൊണ്ടാണ്. സദേൺ റെയിൽവേ എന്ന് പറയുമ്പോൾ കുറേ സ്ഥലങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഒരു ജില്ലയിൽ തന്നെ കുറേ സ്റ്റേഷനുകൾ വരുമ്പോൾ നമ്മൾ ഒരു ദിവസമല്ല ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത്, പല ദിവസങ്ങളിലായിട്ടാണ്. അപ്പം നമ്മുടെ സ്വാഭാവികമായും നമ്മളിലുണ്ടാവുന്ന എനർജി ലെവലിന്റെ ആ ഒരു ഇത് നമുക്ക് അതിലും കാണാം. ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ ഫുൾ എനർജിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഒരു 5-6 ദിവസം കണ്ടിന്യൂസ് ആയി റെക്കോർഡിങ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ റെക്കോർഡിങ്ങിന്റെ ലാസ്റ്റ് എന്താ പറയാ, ഒരു ദിവസത്തിന്റെ അവസാനം പറയുന്നത് ചിലപ്പോൾ എനർജി കുറച്ച് കുറവായിരിക്കും. പറഞ്ഞ് ക്ഷീണിച്ചിട്ടൊക്കെ നമ്മൾ മറ്റെന്ത് ജോലിയും ചെയ്യുന്നത് പോലെ തന്നെ അത്രയും എനർജി ഇതിന് ആവശ്യമാണ്. നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മുടെ എനർജി കുറയും സ്വാഭാവികമായിട്ടും. അങ്ങനെയാണ് ചില സ്ഥലങ്ങൾ അറിയാതെങ്കിലും പലപ്പോഴും ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ പറയാൻ. പക്ഷെ ചില സമയങ്ങളിലെങ്കിലും ചില സ്ഥലം എനർജി കുറഞ്ഞു പോയത് ഇതുകൊണ്ടാണ്. നമ്മൾ ചെറുപ്പം മുതൽ ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ചെറുപ്പകാലത്ത് ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് നമ്മളൊരു ഫേസ്ബുക്കിൽ പണ്ട് സ്കൂളിൽ പഠിച്ച കൂകൂ കൂകൂ തീവണ്ടി എന്നുള്ളൊരു കവിത, കൂകിപ്പായും തീവണ്ടി, അത് പണ്ട് പഠിച്ചിരുന്ന കാലത്ത് ഒരിക്കലും ഓർത്തിട്ടില്ല ഇങ്ങനെ ഒരു ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറേണ്ടി വരുന്നോ